ഈ വീഡിയോ യഥാർത്ഥത്തിൽ എഴുതിയ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല. ഇത്തരം മഹാഭാരത കഥകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ധൃതരാഷ്ട്ര, പാണ്ഡു, വിതുരൻ എന്നീ കുമാരന്മാർ ജനിച്ചതോടെ കുരുവംശവും പ്രജകളും സന്തോഷത്തിൽ ആകുകയും രാജ്യം അഭിവൃദ്ധി ആകുകയും ചെയ്തു. പ്രകൃതിയിൽ സന്തോഷ അവസ്ഥ കാണപ്പെട്ടു. പക്ഷി മൃഗാദികളും പൂക്കളുടെയും സന്തോഷത്തോടെ കാണപ്പെട്ടു. ജനങ്ങൾ പരസ്പരം സ്നേഹത്തോടെ കഴിയാൻ തുടങ്ങി. ഇതോടെ കൃതയുഗം ആരംഭിച്ചു. എല്ലാവരിലും ധർമ്മചിന്ത നിറഞ്ഞു നിന്നു. ധൃതരാഷ്ട്രനും പാണ്ഡുവും വിതുരനും ജനിച്ചതു മുതൽ ഭീഷ്മ അവരെ പുത്രന്മാരെ പോലെ നോക്കി വളർത്തി. അവർ വളർന്നപ്പോൾ ധനുർവേദം, വേദം, ഗദ, ചർമ്മം, അഗ്നിയുദ്ധം, ഗജശിക്ഷ, നീതിവിദ്യ, ഇതിഹാസം എന്നിവ പഠിപ്പിച്ചു. അവർ അറിവ് സമ്പാദിച്ചു. വില്ലെടുത്തുള്ള പ്രയോഗത്തിൽ പാണ്ഡു എല്ലാവരിലും കേമനായി. ധൃതരാഷ്ട്ര എല്ലാവരേക്കാളും ശക്തിമാനായി. 3 ലോകത്തിലും വിതുരനോട് എതിർത്ത് നിൽക്കാൻ ധർമ്മജ്ഞന്മാർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹസ്തിനാപുരം ഉയർന്നു വന്നു. അങ്ങനെ ഒരിക്കൽ ഭീഷ്മൻ വിതുരനെ അരികിൽ വിളിച്ചു പറഞ്ഞു: ഹേ വിതുര, നമ്മുടെ കുലം ഗുണഗണങ്ങൾ നിറഞ്ഞതും മഹത്വമുള്ളതുമാണ്. ഞാനും സത്യവതി മാതാവും വ്യാസനും കൂടി അത് ഉറപ്പിച്ചു നിർത്തിയതാണ്. അതിന് ഒരു കോട്ടവും കൂടാതിരിക്കണം. ഇത് ഒരു സമുദ്രം പോലെ വളരേണ്ടതു എന്റെയും നിന്റെയും ബാധ്യതയാണ്. യാദവ് പുത്രിയായ കുന്തി ഭോജന്റെ മകൾ ഈ കുലത്തിന് യോഗ്യയാണെന്നു കരുതുന്നു. അതുപോലെ ഗാന്ധാരിയും മദ്രരാജകുമാരിയും കുലീനകളും അഴകുള്ളവരും ക്ഷത്രിയ ശ്രേഷ്ഠരുമാണ്. ഇവർ നമ്മുടെ കുലത്തിന് ചേരുന്നവരായിരിക്കും. കൂടാതെ ഗാന്ധാരി പരമശിവനെ പ്രാർത്ഥിച്ചു 100 പുത്രന്മാർ ഉണ്ടാകാനുള്ള വരം നേടിയ വിവരം ഒരു സന്യാസി പറഞ്ഞു അറിഞ്ഞിരിക്കുന്നു. ശാന്തമായ ദൃഷ്ടിയോടെ ഇതിനു മറുപടിയായി വിതുരർ പറഞ്ഞു: ഞങ്ങളുടെ അച്ഛനും അമ്മയും ഗുരുവും എല്ലാം അങ്ങാണ്. അതുകൊണ്ട് ഈ കുലത്തിന് നല്ലത് എന്താണോ അത് ചെയ്തു കൊള്ളുക. ഉടൻ തന്നെ ഭീഷ്മൻ ഗാന്ധാര രാജാവിന്റെ അടുത്തേക്ക് ആളെ അയക്കുന്നു. മകളുടെ ഭർത്താവാകാൻ പോകുന്ന ആൾ അന്ധനാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ചിന്താകുലനായി. എന്നാൽ കുലം, വ്യാധി എല്ലാം ചിന്തിച്ചപ്പോൾ ധൃതരാഷ്ട്രന് തന്റെ മകളെ നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. അച്ഛനമ്മമാർ കണ്ണുകളില്ലാത്ത ധൃതരാഷ്ട്രയാണ് ഭർത്താവായി കണ്ടുപിടിച്ചത് എന്ന് അറിഞ്ഞ ഗാന്ധാരി തന്റെ കാഴ്ച ഇല്ലാതാക്കുന്ന പോലെ കണ്ണുകൾ കെട്ടി പതിവ്രതാ ധർമ്മം പാലിച്ചു. പിന്നീട് ഗാന്ധാര രാജാവ് പുത്രനായ ശകുനിയെ സമ്മാനങ്ങളോടുകൂടി ഗാന്ധാരിയെയും കൂട്ടി ഹസ്തിനാപുരിയിലേക്ക് അയക്കുന്നു. അവളെ ആചാര അനുഷ്ഠാനങ്ങളോടെ ധൃതരാഷ്ട്രന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. ഗാന്ധാരി ഉത്തമയായി ഹസ്തിനാപുരിയിൽ ജീവിക്കുന്നു.